നമസ്കാരം. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPM-ഉം വി ഡി സതീശൻ സർക്കാരിന്റെ വക ഒരടി. തങ്ങളെയും തങ്ങളോടൊപ്പം അക്രമ രാഷ്ട്രീയത്തെയും സംരക്ഷിക്കാൻ മുൻ CPM സർക്കാർ നിയോഗിച്ചിട്ടുള്ള പ്രോസിക്യൂട്ടറെ തൂക്കിയെറിഞ്ഞു. വി ഡി സതീശൻ സർക്കാർ അടിയന്തരമായിട്ട് തൂക്കിയെറിഞ്ഞിട്ടുണ്ട്. 9-ാം പ്രതിക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി കോടതിയിൽ ഒത്തുകളിച്ചിട്ടുള്ള പ്രോസിക്യൂട്ടർ ഗീനാകുമാരിയെ മാറ്റിയിട്ട് മുൻ ഗവൺമെന്റ് പ്ലീഡർ സന്തോഷ് കുമാറിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് നിയമിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും വി ഡി സതീശൻ സർക്കാരും ഉത്തരവിറക്കി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. CPM-ന്റെ അഹങ്കാരത്തിന് മേലെ ശക്തമായ ഒരു പൂട്ട് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡിന് പിന്നാലെയാണ് കേന്ദ്ര ഏജൻസി ആയിട്ടുള്ള ED ഉദ്യോഗസ്ഥർക്ക് നേരെ ക്രൂരമായ ആക്രമണങ്ങൾ ഉണ്ടായത്. അന്വേഷണം അവരിലേക്ക് എത്തും, അതായത് എക്സാലോജിക്കുമായിട്ടുള്ള കള്ളപ്പണ ഇടപാട് അത് അവരിലേക്ക് എത്തും, പിണറായി വിജയനിലേക്ക് എത്തും, അത് കുരുക്കാകും എന്ന് ഭയന്നിട്ട് അന്ന് പാർട്ടിയുടെ തണലിൽ അണികളെയും ഗുണ്ടകളെയും ഒക്കെ ഇറക്കി വിട്ടിട്ട് കേന്ദ്ര ഏജൻസിയെ ഭയപ്പെടുത്താനാണ് CPM ശ്രമിച്ചത്. ക്രമസമാധാനം തകർത്ത് അണികളെ കൊണ്ട് അക്രമം അഴിച്ചുവിട്ട CPM നേതാക്കൾ നേരിട്ട് എന്ന് പറഞ്ഞാൽ നിയമം കയ്യിലെടുത്ത് സ്വന്തം ഗുണ്ടകളെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷിക്കാമെന്നും അവരെ അതിന് ഉതകുന്ന വിധത്തിൽ അവിടെ ഇവിടെയൊക്കെ നമ്മൾ ആൾക്കാരെ നിയമിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെയാണെന്ന് കരുതിയരുത്. അതിനു വേണ്ടിയിട്ടാണ് ചരടുകൾ വലിച്ചിരുന്നത്. അതിനായാണ് അന്ന് വിശ്വസ്തയായിട്ട് ഗീനാകുമാരി പ്രോസിക്യൂട്ടറായി പണ്ട് തിരികെ കയറ്റിയതും പിന്നീട് തങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ അവർ ആടിക്കളിക്കുകയൊക്കെ ചെയ്തത്. പക്ഷെ ഇവിടുത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തകിടം മറിയുമ്പോൾ ആ പാവം ജയിലിൽ കിടക്കുന്ന പാവങ്ങൾ ഈ നേതാക്കളെ വിശ്വസിച്ചിട്ട് പോയവരാണ്. അവരുടെ കാര്യം ഇപ്പൊ കട്ട പുകയാവുന്ന കേസാണ്. ജയിലിലായി സ്വന്തം അണികളെ ഇനി വെളിച്ചം കാണിക്കുക എന്നത് പിണറായിയുടെയും CPM-ന്റെയും എന്താ പറയാ ഉദ്ദേശം കൊണ്ട് നടക്കൂല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ 9-ാം പ്രതിക്ക് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി. ആ ജാമ്യം കിട്ടിയതോടെ പ്രോസിക്യൂട്ടർ ഒത്തുകളിച്ചത് പുറത്തു വന്നു. പുതിയ പ്രോസിക്യൂട്ടർ വരുന്നതോടുകൂടി പണി പാളും. പോലീസ് എന്താണോ പറഞ്ഞത് അത് കേൾക്കാതെ പ്രോസിക്യൂട്ടർ പറയുമ്പോൾ ജഡ്ജി പോലും ഒരുപക്ഷെ വായ പൊളിച്ചു പോകും. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ താല്പര്യമില്ല എന്നാണ് കോടതി അറിയിച്ചത്. പോലീസ് നൽകിയിട്ടുള്ള 13 തെളിവുകളും കർശന വ്യവസ്ഥകളും പല കാര്യങ്ങളുമുണ്ട്, റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടൊക്കെ കോടതി മുമ്പാകെ സമർപ്പിക്കാതെ മൂടി വെച്ചിട്ട് കോടതിക്ക് കൊടുത്തിട്ടുണ്ട് പോലീസ്. പക്ഷെ അതേക്കുറിച്ച് ഒരു അക്ഷരം പിന്നെ മിണ്ടിയില്ല. ഗീനാകുമാരി നടത്തിയത് പിണറായിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ശുദ്ധമായ ഒരു ഒത്തുകളിയാണ്. ഒരു പ്രോസിക്യൂട്ടർ പ്രതിഭാഗത്തിന് വേണ്ടി വാദിക്കുന്ന നാണംകെട്ട കാഴ്ചയ്ക്കാണ് കോടതി സാക്ഷ്യം വഹിച്ചത്. CPM-ന്റെ അണികളെ രക്ഷിക്കാനുള്ള അട്ടിമറി നീക്കം തിരുവനന്തപുരത്തെ സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിലൂടെ പുറത്തു വരികയും ED ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തോടെ EDക്ക് മനസ്സിലായി കാര്യം ഇത് പണി ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഓരോന്നോരോന്ന് പുറത്തിറങ്ങും എന്നുള്ളത്. പൊതുമുതൽ നശിപ്പിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പണം ഇരട്ടി പണം കെട്ടിവെക്കാതെ ജാമ്യം കിട്ടൂല. പക്ഷെ 1 രൂപ പോലും കെട്ടിവെക്കാതെ ജാമ്യത്തിന് ഇറക്കാൻ പ്രോസിക്യൂട്ടർക്ക് കഴിയുമല്ലോ. അപ്പോ ഇനി വെറുതെ ഇരുന്നാൽ ശരിയാവില്ല എന്ന് EDക്ക് മനസ്സിലായി. അതുകൊണ്ട് എന്തായാലും ED കോടതിയെ സമീപിച്ചപ്പോ ED കൂടി ഇപ്പൊ കേസിൽ കക്ഷിയാണ്. അപ്പൊ ഇനി കുടുങ്ങാൻ പോണത് പിണറായിയെയും CPM-നെയും വിശ്വസിച്ചിട്ട് ചാടിത്തുള്ളി ഇറങ്ങിയിട്ടുള്ള പാവം അണികളാണ്. പിണറായി സർക്കാർ നിയോഗിച്ചിട്ടുള്ള പ്രോസിക്യൂട്ടറെ വെച്ചുകൊണ്ട് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി കഴിയില്ല, അക്രമികളെ സംരക്ഷിക്കില്ല എന്ന നിലപാട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എടുത്തതോടെ വൈകുന്നേരത്തോടെ തന്നെ ഗീനാകുമാരിയെ പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് തീർപ്പിച്ചിട്ടുണ്ട്. പകരം നേരത്തെ ഗവൺമെന്റ് പ്ലീഡറായിരുന്ന സന്തോഷ് കുമാറിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് നിയമിക്കുമ്പോൾ സർക്കാർ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇത് പിണറായിയുടെ മുഖത്തേറ്റ ഒരു പ്രഹരമാണ്, ഒരു വലിയ പ്രഹരം തന്നെയാണ്. നാളെ തിരുവനന്തപുരം ജില്ലാ സെഷൻ കോടതിയിൽ 12-ാമത്തെയും 13-ാമത്തെയും പ്രതികളുടെ ജാമ്യഹർജി പരിഗണിക്കാനിരിക്കുകയാണ്. അത് പരിഗണിക്കുമ്പോൾ കാര്യങ്ങൾ അത്ര എളുപ്പമൊന്നും ആവൂല. ഈ കേസിൽ ED കൂടി കക്ഷി ചേർന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ പബ്ലിക് പ്രോസിക്യൂട്ടർ സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ കേസ് അവിടെ വാദിക്കുമ്പോൾ വാദമുഖങ്ങൾ ആ നിലയിലേക്ക് ആകുമ്പോൾ ശക്തമായ ഒരു എന്താ പറയാ നിലപാട് അവിടെ കോടതിയിൽ ഉണ്ടാകും. പിണറായി വിജയന്റെ തണലില് പഴയ സ്വാധീനത്തിലൊക്കെ ജാമ്യം തേടിയത് ഇപ്പൊ പുറത്തിറങ്ങാമെന്ന് മോഹിച്ചിട്ടുള്ള പാവം അണികളുടെ കാര്യത്തില് ഒരു തീരുമാനം ആയി. ഇതിനുമ്പ് നമുക്കറിയാലോ, ഉത്തരേന്ത്യയിൽ 2 കൊല്ലമായിട്ട് ഇവരെ പുറത്തിറങ്ങാത്ത കേസൊക്കെ ഉണ്ട്. ഇവരിപ്പോ കയറിയിട്ട് കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ, 1 മാസം പോലും ആകുന്നില്ലേ ഉള്ളൂ. ഏതായാലും ഒരു 2-3 കൊല്ലം കഴിഞ്ഞാലും പുറത്തിറങ്ങാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. എന്തൊരു ഗതികേടെന്നാണ് ആലോചിക്കുന്നത്. ഈ അണികളെ വിട്ടിട്ട് കേന്ദ്ര ഏജൻസിയെ ആക്രമിച്ച കേസ് അത്ര എളുപ്പത്തിൽ ഒതുക്കി തീർക്കാൻ കഴിയില്ല എന്ന് ഇപ്പോഴാണ് CPM-ന് മനസ്സിലായത്. ഇത് അത്ര സാധാരണഗതിയിൽ ഒരു വണ്ടിയൊക്കെ തല്ലി പൊളിച്ചിട്ട് പിന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങിപ്പോരാം, അല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോരാം, വീരപരിവേശത്തോടെ നേതാക്കൾ വന്ന് മാലയിട്ട് തങ്ങൾ സ്വീകരിച്ചോളും, അങ്ങനെ ജയിലിൽ നിന്നൊക്കെ പുറത്തിറങ്ങിയ ഒരു താരമാകാം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലായാലും ഇനി അതല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മറ്റ് തെരഞ്ഞെടുപ്പുകളിലായാലും ക്രമേണ വല്ല MLA MP ഒക്കെ ആയിട്ട് വല്ല മന്ത്രിയൊക്കെ ആകാന്നുള്ള മോഹത്തോടു കൂടി ആയിരിക്കും ഒരുപക്ഷെ ഇവരൊക്കെ ജയിലിൽ പോകാനായിട്ട് തീരുമാനിച്ചത്. പക്ഷെ അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയിരിക്കുകയാണ്. ഇപ്പൊ ഇനി എന്ന് പുറത്തിറങ്ങും, വീട്ടിൽ ആര് അരി വാങ്ങി കൊടുക്കും, അപ്പനും അമ്മയ്ക്ക് ആര് മരുന്ന് വാങ്ങി കൊടുക്കും, പെണ്ണുമ്പിള്ള എങ്ങനെ
പിച്ച തണ്ടാൻ ഇറക്കാതിരിക്കുമെന്നുള്ളൊരു ആലോചന ആ പാവങ്ങൾ അവിടെ ജയിലിന്റെ ഉള്ളിൽ കിടന്ന് ഉരുകാണ്. ഏതായാലും CPM-ന്റെ ആ ഒരു അഹങ്കാരം ഇവിടെ തകർത്ത് എറിയപ്പെട്ടിട്ടുണ്ട്. ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനായിട്ടുള്ള മ്യൂസിയം SHO, അതുപോലെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് ഇവരൊക്കെ കേസ് ഡയറിയും പോലീസ് റിപ്പോർട്ടും ഒക്കെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് നേരിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അട്ടിമറിക്ക് ശ്രമിച്ചിട്ടുള്ള അണികളുടെ നേതാക്കളുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ അതുകൊണ്ട് പൊളിഞ്ഞു പാളിസാകം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരിനി എന്നിറങ്ങും എപ്പോൾ ഇറങ്ങുമെന്നൊരു യാതൊരു നിശ്ചയമില്ലാത്തൊരവസ്ഥ. ഏതായാലും ജയിലിലും ഈ പറയുന്ന അണികളുടെ വീട്ടിലും കൂട്ട നിലവിളി ഉയരുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. നിയമവ്യവസ്ഥയും നീതിന്യായ കോടതികളെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വന്തം പാർട്ടി കുണ്ടകളെ രക്ഷിക്കാൻ വേണ്ടി CPM നടത്തിയിട്ടുള്ള നാണംകെട്ട കളി പുതിയ സർക്കാർ എന്തേ അത് മാറ്റുന്നില്ലേ, അതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ലേ എന്നൊക്കെ സംശയിച്ചിരുന്നവർക്ക് ഒരു മറുപടി കൂടിയാണത്. ഈ നേതാക്കളുടെ ആജ്ഞ അനുസരിച്ച് ഇറങ്ങി പുറപ്പെടുന്ന അണികൾ, അടിമക്കൂട്ടങ്ങൾ അവരമ്മാതിരിയുള്ള പണിക്ക് ഇറങ്ങി തിരിക്കുമ്പോഴും, അതുപോലെ ഈ അധികാര സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് എന്തെങ്കിലും തോന്നിയാസങ്ങൾ കാണിച്ചു കളയാം, അവിടെ നമ്മളെ പാർട്ടി അല്ലെങ്കിൽ സർക്കാർ എക്കാലം ഉണ്ടാവും സംരക്ഷിച്ചോളൂ എന്നൊക്കെ കരുതുന്ന എല്ലാവർക്കും ഇതൊരു പാഠമാണ്. നിയമം എന്നത് ഈ രാജ്യത്തെ എല്ലാ പൗരനും ഉള്ളതാണ്. അഴിമതി കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ കള്ളപ്പണ ഇടപാട് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ വിജയനും പിണറായി വിജയനും എന്തിനാ പേടിക്കുന്നത്? എന്തിനാണ് ഈ പാർട്ടിയുടെ അണികളെ ഇറക്കിയിട്ട് ഇങ്ങനെ തല്ലാനും കൊല്ലാനും നിൽക്കുന്നതിന്റെ ആവശ്യമില്ലല്ലോ. ED ഒന്ന് അന്വേഷിക്കട്ടെ, അവരുള്ള രേഖകൾ എടുത്തോട്ടെ. ഇനി ചോദിക്കുന്ന ചോദ്യങ്ങൾ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം, പറയില്ലെങ്കിൽ പറയില്ല എന്ന് പറയാം. അവർക്ക് തെളിവുകളോ കാര്യം ഉണ്ടെങ്കിൽ അവർ എടുക്കുമല്ലോ. തെളിവുണ്ടെങ്കിലല്ലേ ശിക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ആരോപണം വരുമ്പോൾ അത് അന്വേഷിക്കണ്ടേ? അങ്ങനെ അന്വേഷിക്കുമ്പോൾ അന്വേഷണമേ വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? അതിനർത്ഥം മടിയിൽ കനമുണ്ട് എന്നാണ്. അങ്ങനെ മടിയിൽ കനമുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇമാതിരിയുള്ള ചണ്ടിത്തരങ്ങൾ കാണിക്കും. ഇവിടെ ആ ചണ്ടിത്തരത്തിന് നേതാവിന്റെ മടിയിൽ കനമുള്ളപ്പോൾ ആ മടിയിലെ കനം മറച്ചു വെക്കാൻ വേണ്ടി ഇവിടെ അണികൾ ഇറങ്ങി, അണികൾ കുടുങ്ങി, നേതാവ് ഇപ്പൊ AC കിടന്നുറങ്ങുന്നുണ്ട്. ഇതിനല്ലേ ഇപ്പൊ സംഭവിച്ചത്, ഇല്ലേ? അതങ്ങനെ വരുള്ളൂ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ സൂചിച്ച് ജീവിക്കും. ഇനി അഥവാ പോയി കഴിഞ്ഞാലും അതിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ. ഈ കള്ളപ്പണത്തിന്റെ ഇടപാടൊക്കെ എത്ര കാലം കിടക്കുന്ന വളരെ പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോരും. പക്ഷെ ED ആക്രമിച്ച കേസിൽ ഈ സാധുക്കൾ എത്ര കാലം കിടക്കേണ്ടി വരും? Different angles. Don't forget to subscribe and support this channel.